അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത AP വിഭാഗത്തിലെ പ്രമുഖ പണ്ഡിതനും വാഗ്മിയും അവരുടെ പണ്ഡിത സഭയിലെ അഥവാ മുഷാവറയിലെ പ്രധാനിയും സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദുകളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു സംസാരത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സഖാഫി, അതാണ് നമ്മൾ പ്രത്യേകം നോക്കേണ്ടത്, ഒരു സഖാഫി തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പച്ചത്തെറി വിളിച്ചും അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥന നടത്തിയും സംസാരിക്കുന്ന ഒരു സംസാരം കേൾക്കാനിടയായി. അപ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയ ആ വെല്ലുവിളിയാണ് ഓർമ്മ വന്നത്. നമുക്ക് ആ വെല്ലുവിളി ഒന്ന് കേൾക്കാം. അദ്ദേഹം പറയുന്നത് എന്താണ്? അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നല്ലേ അള്ളാഹ് പറഞ്ഞത്. മുജാഹിദ് പ്രാർത്ഥിച്ച അള്ളാഹു കേൾക്കുമോ? എങ്കിലൊന്ന് കാണട്ടെ. പേരോട് നശിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം, അത് കേൾക്കുന്ന കുഞ്ഞാടുകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രോതാക്കളായ, അദ്ദേഹത്തിന്റെ തക്ബീർ തൊഴിലാളികളായ, അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം. മുജാഹിദ് ദ്വാരന്നാൽ അള്ളാഹ് ഉത്തരം ചെയ്യോ? ചെയ്യെങ്കിലൊന്ന് ദ്വാരക്ക്. പേരോട് നശിക്കട്ടെ, ഇന്ന് ദ്വാരക്ക്. മുജാഹിദിന് പേരോട് ഇന്ന് നശിക്കട്ടെ, എന്ത് ദ്വാരക്ക്, ഇപ്പൊ നശിക്കട്ടെ, എന്ത് ദ്വാരക്ക്. നമുക്ക് നോക്കാൻ ഉത്തരം കിട്ടുമോ? നിങ്ങളല്ലേ സാധാരണ ഓതലി എന്ത്? അതാ ഉദൂനി അസ്തജിബിലക്കും, എന്നോട് പ്രാർത്ഥിച്ചോളൂ ഉത്തരം തരാ. ഒന്ന് ദ്വാരക്ക് മൗലവിമാര്, പേരോട് ഇന്ന് നശിക്കട്ടെ. ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. കേട്ടില്ലേ സഹോദരങ്ങളെ, അദ്ദേഹം ആ ഒരു വെല്ലുവിളി നടത്തുന്നത്? അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നല്ലേ പറഞ്ഞത്. മുജാഹിദ് പ്രാർത്ഥിച്ച അള്ളാഹ് കേൾക്കുവോ? എങ്കിൽ ഞാൻ നശിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഇതൊക്കെ കേൾക്കുന്ന ശ്രോതാക്കളായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞാടുകളായ അണികളായ ആളുകൾ അവരിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എന്ത് വിവരക്കേടാണ് ഇയാൾ പറയുന്നത് എന്ന രൂപത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചതല്ലേ? സാധാരണ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ വെല്ലുവിളി കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറുള്ളത്? കുഞ്ഞാടുകൾ എന്താണ് ചെയ്യാറുള്ളത്? അവർ അപ്പോൾ തന്നെ അത് തക്ബീർ ചൊല്ലി പാസ്സാക്കും. എന്നാൽ ഇവിടെ ആ ഒരു പ്രവണതയല്ല നമ്മൾ കണ്ടത്. അന്തം വിട്ട് വായും പൊളഞ്ഞിരിക്കുന്ന കുറെ കുഞ്ഞാടുകളെയാണ് നമ്മൾ കണ്ടത്. ആ കൂട്ടത്തിൽ ഉണ്ടായ സഖാഫിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കൂട്ടത്തിൽ ശ്രോതാവായി ഉണ്ടായ സഖാഫിയാണെന്ന് തോന്നുന്നു. വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം അന്ന് വെല്ലുവിളിച്ച വെല്ലുവിളി ഏറ്റെടുക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിനെതിരെ തെറി വിളിച്ചും പ്രാർത്ഥിച്ചും സംസാരിക്കുന്നത്. നമുക്ക് ആ സംസാരത്തെ എത്തുന്നതിന് മുമ്പ് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി അറിയാം, ഒരാളും നശിക്കാൻ വേണ്ടി മുജാഹിദുകൾ പ്രാർത്ഥിക്കാറില്ല. സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന വിശ്വാസകർമ്മ കാര്യങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുക, മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, പ്രവാചകനിൽ നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കൾ വിശ്വസിച്ച വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുകയും പുതുനിർമ്മിതമായ കാര്യങ്ങളും വിശ്വാസങ്ങളും നമ്മൾ വെടിയുകയും വേണം. എന്നാൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രബോധകർക്ക് നേരെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വെല്ലുവിളി വന്നത്. പക്ഷേ മുജാഹിദുകൾ ആ രീതിയിൽ പ്രാർത്ഥിക്കുമോ? ഒരിക്കലും അങ്ങനെ നടക്കില്ല എന്ന് സമസ്തക്കാർക്ക് തന്നെ അറിയാം. മുജാഹിദുകൾ അങ്ങനെ ആരും തന്നെ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല എന്ന്. നിരാശയിൽ നിന്നാണോ അല്ല മറ്റെന്തെങ്കിലും ദുരുദ്ദേശം കൊണ്ടാണോ എന്നറിയില്ല. വർഷങ്ങൾക്കിപ്പുറം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു സംസാരത്തിൽ പറയുന്നുണ്ട്, മുജാഹിദുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറില്ല, അത് അവർക്ക് ഇഷ്ടമല്ല. അതിന് പ്രാർത്ഥന കേട്ടാൽ അവർ ആമീൻ പറയാറില്ല. എന്നാൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നികൾ. ദുആർക്കും ആമീൻ പറയാത്ത കക്ഷികളാണ് മുജാഹിദീങ്ങൾ. അള്ളാഹിനോട് ദുആർക്കുന്നതിന് ഭയങ്കര വെറുപ്പായിരിക്കും. ഇല്ലേ? അള്ളാഹുവിനോട് ദ്വാരക്കുന്നത് മുജാഹിദുകൾക്ക് വെറുപ്പാണ്. അവർ ആമീൻ പറയാറില്ല, അവർക്കത് ഇഷ്ടമല്ല. എന്നാൽ സമസ്തക്കാരാണെങ്കിലോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. എന്നാൽ സമസ്തയുടെ പണ്ഡിത സഭയിൽ തന്നെയുള്ള മറ്റൊരു മുസ്ലിയാരുണ്ടല്ലോ, ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ ആഷിം നഈമി, അദ്ദേഹം എന്താ പറഞ്ഞത്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നാണ്. ആഷിം നഈമി എന്താണ് എഴുതിയത്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് വഹാബികളെ സുന്നി പണ്ഡിതർ തെര്യപ്പെടുത്തി. ഈ രീതിയിലൊക്കെ വാദമുന്നയിക്കുന്ന ആളുകളാണ്. പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടും ആകാമെന്ന വാദക്കാരാണ്. ഇവരുടെ പണ്ഡിത സഭയിൽ തന്നെ പെട്ട മറ്റൊരു മുസ്ലിയാരുണ്ടല്ലോ, പൊന്മളക്കാരൻ, അദ്ദേഹത്തിന്റെ ഫത്താവ മുഹീസുന്ന എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്താണുള്ളത്? മുദീശേഖങ്ങളെ രക്ഷിക്കണേ, മമ്പറന്തങ്ങളെ കാക്കണേ എന്ന് തുടങ്ങി മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണ് എങ്കിൽ ഖുർആനിലോ ഹദീസിലോ അത് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? അനുവദനീയമാണ്. എന്നിട്ട് ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ആയത്ത് കൊടുക്കുന്നത്? സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത്, ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്ത് അതിന് തെളിവായി കൊടുക്കുകയാണ്.
ഈ രീതിയിലൊക്കെ വാദമുന്നയിച്ച് ഇസ്തിഹാസവാദം സ്ഥാപിക്കാൻ വേണ്ടി മെനക്കെടുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അത് തെളിയിക്കാൻ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുജാഹിദുകൾ പറയുന്നതാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, അള്ളാഹു അല്ലാത്ത ഒരു മഹ്ലൂക്കിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ്, അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടുള്ളൂ. പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഒരു സൃഷ്ടിക്കും പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല, നമ്മൾക്ക് ഉത്തരം നൽകാനും കഴിയില്ല എന്നൊക്കെ കൃത്യമായി പറയുമ്പോൾ അതിൽ നിന്നും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ രീതിയിൽ ആക്രോശിച്ച് അട്ടഹസിച്ച് ദേഷ്യപ്പെട്ട് വെല്ലുവിളിക്കുന്നത്. നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വെല്ലുവിളിക്ക് മറുപടി എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു തിരിച്ചടി എന്ന രൂപത്തിൽ, അദ്ദേഹത്തിന്റെ കൂടാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സഖാഫി 2 ദിവസം മുമ്പ് നടത്തിയ ഒരു സംസാരം, അതിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വെല്ലുവിളിക്ക് മറുപടി എന്ന രൂപത്തിൽ തന്നെ പ്രാർത്ഥന നടത്തുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കേൾക്കാം. ഇവനെക്കാളും ലക്ഷണം കെട്ടവൻ, ഇവനെക്കാളും നശിച്ച നാവിന്റെ ഉടമ ഈ ഉലകത്തിൽ മറ്റാരുണ്ട്? അല്ലാഹു ആ ദജ്ജാലിന്റെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിന് കാവല് നൽകട്ടെ. റസൂലിനെ പറ്റി പറഞ്ഞ ഇവൻ ദജ്ജാൽ അല്ലെങ്കിൽ ലോകത്താരാ ദജ്ജാൽ? ദജ്ജാലൂന കദ്ദാബൂൻ, കബളിപ്പിക്കുന്നവൻ, വിശ്വാസികളെ കബളിപ്പിക്കുന്ന വ്യാജനാണിവൻ, കള്ള ശരീഅത്തുവാദിയാണിവൻ. ഇവൻ കപടനാണ്, ഇവൻ കള്ളനാണ്, ഇവൻ വഞ്ചകനാണ്. പറയുന്നത് ഞാനല്ല, മുത്ത് റസൂല് പറയുകയാ, ദജ്ജാലൂന കദ്ദാബൂൻ. കേട്ടില്ലേ സഹോദരങ്ങൾ, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്? വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ വെല്ലുവിളി നമ്മൾ കേട്ടതാണല്ലോ. ആ വെല്ലുവിളിക്ക് മറുപടി എന്ന രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്നത്തെ ആ സദസ്സിലുണ്ടായതായിരിക്കാം ഈ സഖാഫി. ആ വെല്ലുവിളി ഏറ്റെടുത്ത് പറയുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു വിഷയമുണ്ട്, നമുക്ക് എത്ര തന്നെ ദേഷ്യം പിടിച്ചാലും, എത്ര തന്നെ പ്രഷറായാലും, സംസാരത്തിൽ എത്ര തന്നെ പ്രഷറായാലും, ഈ രീതിയിൽ മറ്റുള്ളവരെ കൊണ്ട് ഞാൻ നശിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറയാൻ പാടുണ്ടോ? നമ്മൾ അങ്ങനെ വയലന്റായി സംസാരിക്കാൻ വേണ്ടി പാടുണ്ടോ? അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടതല്ല, എങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി പാടുണ്ടോ? പാടില്ല എന്ന് കൃത്യമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് തന്നെ അറിയാം. പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ, എല്ലാം കയ്യിൽ നിന്ന് പോയി. എവിടെ പോയി തപ്പിയാലും, ഇന്ന് കിതാബിലുണ്ട് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇങ്ങനെ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാലും, ഇന്ന് ആയത്തിന് തെളിവാണ് എന്നൊക്കെ പറഞ്ഞാലും മുജാഹിദുകളുടെ മുന്നിൽ ഒന്നും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കൃത്യമായി ഇദ്ദേഹം നടത്തുന്ന തട്ടിപ്പുകളും അതുപോലെ തന്നെ കോട്ടിമാട്ടലുകളും കബളിപ്പിക്കലും ഒക്കെ പിടികൂടുകയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇദ്ദേഹം പലപ്പോഴും പറയാറുള്ളതാണ്, യഖൂനു ഫീ ആഖിറിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്നൊക്കെ പറഞ്ഞ്, ആഖിറിസ് സമാനിൽ ചില ദജ്ജാലുകൾ വരും. ഒരു ദജ്ജാലല്ല, കുറേ ദജ്ജാലുകൾ വരും. അവർ ജനങ്ങളെ കബളിപ്പിക്കും, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതുപോലെ തന്നെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, പൂർവികർക്ക് പരിചയമില്ലാത്ത ആശയങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് പലപ്പോഴും ഞാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പല വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണം കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് അറിയാവുന്ന ഒരു വിഷയവുമാണ്. എന്നാൽ നമുക്ക് ഇങ്ങനെ പ്രഭാഷണ വേദിയിലൊക്കെ ഈ രീതിയിൽ മോശമായി സംസാരിക്കാൻ വേണ്ടി പാടുണ്ടോ ഇല്ലയോ എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് തന്നെ ചോദിക്കാം. ഉസ്താദെ ഒന്ന് പറഞ്ഞു തന്നെ. ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്. ഉടനെ പോയി ഒതുക്കാൻ പറയണം പ്രസംഗിക്കുന്ന മുല്ലാരോട്. കാരണം ചൂടാകാൻ പാടില്ല. അതുപോലെ സംസാരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്. ഒതുവെടുക്കണം, ഒതുവെടുത്താൽ തണി. കേട്ടില്ലേ? ഉളുവെടുക്കണം, ഇല്ലെങ്കിൽ ഇത്തരത്തിലെ വിവരക്കേടുകൾ മൈക്കിലൂടെ വിളിച്ചു പറയും. ഇത്തരത്തിലെ പൊട്ടം വെല്ലുവിളികളൊക്കെ നടത്തും. കുഞ്ഞാടുകൾ അന്തം വിട്ടിരിക്കുകയായിരുന്നു. വായ് വളർന്നിരിക്കും, എന്താണ് ഈ മുസ്ലിയാർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന രീതിയിൽ. എന്നാൽ അന്ന് സദസ്സിലുണ്ടായ മുസ്ലിയാർ തന്നെയാണ് ഈ പറയുന്ന തൊഴിയൂർ സഖാഫി. അദ്ദേഹം പച്ചക്ക് അദ്ദേഹത്തിനെതിരെ തെറി വിളിച്ചും അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥന നടത്തിയും സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാർ ഈ ഒരു കോലത്തിലാണ്. എന്താണ് അവർ പറയുന്നത്, എന്താണ് അവർ സംസാരിക്കുന്നത്, എന്താണ് അവർ സമൂഹത്തിന് നൽകുന്ന മെസ്സേജുകൾ? വലിയ ഗൗരവമുള്ള വിഷയമാണ്. കറാമത്തിന്റെ പേരിലും അല്ലാതെയും ഒക്കെ ഇവർ നടത്തുന്ന സംസാരങ്ങൾ എന്തൊക്കെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളുമാണ് അവർ പറയുന്നത്. തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നമുക്കൊക്കെ ഉണ്ടാകണം. കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.